49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ഇ സന്തോഷ് കുമാറിന്. അവാർഡിന് അർഹമായത് തപോമയുടെ അച്ഛൻ എന്ന കൃതി. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് പുരസ്കാരമായി സമ്മാനിക്കുക. അവാർഡ് കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി സാഹിത്യ ജീവിതത്തിന് പ്രചോദനമാണെന്ന് ഇ സന്തോഷ് കുമാർ പ്രതികരിച്ചു. പലായനത്തിന്റെയും കുടിയേറ്റത്തിന്റെയും വ്യതകൾ പേറുന്ന മനുഷ്യർക്കായി കൂടിയാണ് ഇത്തവണത്തെ വയലാർ അവാർഡ്. അശോകൻ ചെരുവിലിനു ശേഷം ഇ സന്തോഷ് കുമാർ അവാർഡ് ഏറ്റുവാങ്ങുന്നത് ഗോപാൽ ബറുവയിലൂടെ തുറന്നിടുന്ന ആലംബമറ്റ കുടിയേറ്റക്കാരായ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന വായനാനുഭൂതിക്കായാണ്. സാഹിത്യത്തിന് പുതിയ ഭാവുകത്വം നൽകിയ കഥാകൃത്തിന്റെ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ നോവലാണ് തപോമയുടെ അച്ഛൻ. ഭാഷയുടെ വളരെ സൂക്ഷ്മമായ പ്രയോഗം, അഭയാർത്ഥി പ്രശ്നമെന്ന എക്കാലത്തും ലോകമെമ്പാടുമുള്ള ഒരു വലിയ പ്രശ്നത്തെ അതിസൂക്ഷ്മമായ രീതിയിൽ അവതരിപ്പിക്കുന്ന കൃതിയാണ്. ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ ഇതിൽ ഒരു വാക്ക് പോലും നമുക്ക് അധികമായിട്ടോ കുറവായിട്ടോ തോന്നില്ല. വിദ്വേഷം, യുദ്ധം, കാലാവസ്ഥ, പട്ടിണി തുടങ്ങി പല കാരണങ്ങളാൽ വേരുകൾ തേടി പല ദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന ജീവിതങ്ങൾ നനയുന്ന മഴയാണ് നോവലിൽ ഗോപാൽ ബറുവ കാണുന്ന ഓരോ മഴയും. ഇന്ത്യ വിഭജനത്തിന്റെ മുറിവുകൾ പേറുന്ന മനുഷ്യരും കടൽ തീരത്ത് ജീവൻ പൊലിഞ്ഞ അലൻ കുർദിയുടെയും ജീവനു വേണ്ടി ജന്മഭൂമി ഉപേക്ഷിച്ചു പോകുന്ന പലസ്തീൻ റോഹിംഗ്യൻ ജനതയുടെ കൂടി ദുരിതമാണ് ഗോപാൽ ബറുവയിലൂടെ അദ്ദേഹം വരച്ചിടുന്നത്. മനുഷ്യർക്കിടയിൽ വേരുകൾ ഉറപ്പിക്കാനാവാത്ത സ്നേഹത്തിന്റെ കൂടി അഭയാർത്ഥിയാണ് അയാൾ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമടക്കം ഏറ്റുവാങ്ങിയിട്ടുള്ള ഇ സന്തോഷ് കുമാറിന്റെ സംഭാവനകൾ പ്രധാനമായും നോവലിലും ചെറുകഥയിലുമാണ്. ഒക്ടോബർ 27-നാണ് വയലാർ അവാർഡ് സമ്മാനിക്കുക. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.